ഹായ്, ജൂജുമാസ് കിച്ചൻ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഫ്രൈ ആണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് അതിനെ നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 5-6 വിസിൽ വരുത്താം. ഇനി അതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്നു നോക്കുന്ന സമയത്ത് ഇതുപോലെ അത്യാവശ്യം കറിയൊക്കെ അതിൽ നിന്ന് ഇറങ്ങി ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കറിയിൽ നിന്ന് ഈ ബീഫ് എല്ലാം കോരി നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല, പകുതി വരെ ആയിട്ടുള്ളൂ. ഇനി ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കറിയിൽ നിന്ന് എല്ലാം മാറ്റിയ ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, സമാസമായിട്ട് കോൺഫ്ലവറും മൈദ ഒരേപോലെ, പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ചുപ്പും, ഈ കോൺഫ്ലോറിലേക്ക് ഇതിലൊക്കെ വേണ്ട കുറച്ച് ഉപ്പും, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും. ഇത്രയും ഐറ്റംസിനെയും കൂടെ കൂട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ കോൺഫ്ലോറും മൈദയൊക്കെ ബീഫിലേക്ക് പിടിച്ച് കിട്ടാൻ ഇത്തിരി പാടാണ്. സോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 മണിക്കൂർ പറ്റുമെങ്കിൽ അത്ര, അതല്ല ഒട്ടും സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴാണ് കോൺഫ്ലോറിൻ്റെ ഒക്കെ ഇതെല്ലാം ബീഫിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫൈനലായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ റെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി നല്ല വെന്തിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, വേഗം തന്നെ ഫ്രൈ ആയിട്ട് കിട്ടി. ബീഫ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നെയ്യ് ഇറങ്ങാനും കൂടെ സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈനേക്കാളും കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. ഒപ്പം അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുമാണ്. ഇത് ബാച്ചസ് ആയിട്ട് ഇട്ടിട്ട്, ഒരുമിച്ചല്ല ബാച്ചസ് ആയിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വെളിച്ചെണ്ണയിൽ മുങ്ങിയിട്ട് ഫ്രൈ ആവുന്ന പോലെ ബാച്ചസ് ആയിട്ട് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. വലിയ പെരുന്നാൾ കഴിയുന്ന സമയത്ത് നമുക്കെല്ലാം വീടുകളിൽ ബീഫ് കിട്ടുമല്ലേ. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം തന്നെ ബീഫ് ഉണ്ടാവും. അപ്പോൾ ഈ ബാച്ചസ് ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ പല വെറൈറ്റിയിലുള്ള റെസിപ്പീസും ജൂജുമ്മ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്.
അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ നമ്മളെപ്പോഴും ബീഫ് ഇത്തിരി ഫ്രൈ ആയിട്ടാണല്ലോ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ഈ ഒരു ബീഫ്. ഫൈനലി നമുക്ക് ആ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞിട്ട് അതും പച്ചമുളക് എല്ലാം നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. പച്ചമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് മുഴുവനോടെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഫൈനലി നമ്മുടെ ബീഫ് ഫ്രൈയുടെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ഘടകമായിട്ടുള്ള തേങ്ങാക്കൊത്ത്, കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്ത് ബീഫ് ഫ്രൈയിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ഈ തേങ്ങാക്കൊത്ത് ബീഫ് ഫ്രൈയിൽ ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. എല്ലാവർക്കും ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഫൈനലി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് സവാള സ്ലൈസ് ചെയ്തതാണ്. സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കാര്യം ഈ സവാള നമുക്കൊന്ന് കടിക്കാനുള്ളതായതുകൊണ്ടാണ് നമ്മളിത് ഫൈനലിൽ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ തുടക്കത്തിലിട്ട് അതിനെ വഴറ്റി അലിയിച്ചെടുക്കുകയല്ലേ ചെയ്യുക. ഇത് നമുക്കൊന്ന് കടിക്കാൻ പരുവത്തിനാവണം. അതുകൊണ്ടാണ് ഫൈനലിൽ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കുന്നത്. ഇത്രയും ആയാൽ മതി. ഇതിനെ നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി നേരത്തേൽ കുറച്ചും കൂടെ ബാക്കി എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുക്കാം. ചെയ്യുന്നത് നമ്മൾ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ പറഞ്ഞ അളവിൽ, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും, ഇത്രയും പൊടികളാണ് വേണ്ടത്. ഇത്രയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഈ പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അതിൽ കുറച്ച് ചാറുണ്ടായിരുന്നല്ലോ. ആ ചാറിൽ നിന്നാണല്ലോ നമ്മൾ ബീഫിനെ മാറ്റിയത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ചാറിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം കേട്ടോ, എന്നാലേ ആ പച്ചക്കുത്തൊന്നും മാറുള്ളൂ. എന്നിട്ട് ഈ ഫ്രൈനെ ഈ ചാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ കുറച്ചധികം പണിയുണ്ടെന്ന് തോന്നുമെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ കുറച്ചധികം പണിയുണ്ടെന്ന് തോന്നുമെങ്കിലും ചെയ്തു വരുമ്പോൾ ഇത് ഭയങ്കര ഈസി സ്റ്റെപ്സാണ് കേട്ടോ. പെട്ടെന്ന് തീരും. എന്നിട്ട് ഈ ചാറിൽ അതിനെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെയുള്ള ആ മസാലയില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ അതിൽ നിന്ന് വരുന്നത്. ഫൈനലൊരു ഫിനിഷിങ്ങിന് അല്ലെങ്കിൽ ഒരു ഫൈനൽ ലുക്കിന് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില സ്റ്റെപ്പുകളിൽ എത്തുമ്പോൾ നിർത്തിയിട്ട് അങ്ങനെയും എടുക്കാൻ പറ്റും. ഭയങ്കര ഏത് രീതിയിലെടുത്താലും ടേസ്റ്റാണ്. ഇപ്പം ഞാൻ പറയില്ലേ, അവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്താൽ ഇത്തിരി പുളിയും മധുരവും കൂടെ ചേർന്നിട്ട് ഒരു വെറൈറ്റി ഫ്ലേവർ വരും. അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ സവാളയും അതിൻ്റെ മിക്സില്ലേ, അത് അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയും അല്ലെങ്കിൽ ആ ചാറ് മാറ്റിയിട്ട് നമ്മൾ ഫ്രൈ ആക്കിയ ഭാഗമില്ലേ, അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. ഇതിലെവിടെ ഏത് രീതിയിലെടുത്താലും ഒരു വെറൈറ്റി ടേസ്റ്റിലേക്കാണ് ഈ ഒരു ഫ്രൈ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു പ്രത്യേക രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോർമൽ ചിക്കൻ കറിയും ഫ്രൈയും ഒക്കെ
നിങ്ങൾ ഉപേക്ഷിച്ച് ഇതിലേക്ക് തന്നെ പോവും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ അപാര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ. താങ്ക്